ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വില്ലാൻ സാഗ എന്ന ആനിമി സീരീസിൻ്റെ സീസൺ 1 8ാമത്തെ എപ്പിസോഡാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. AD 1012 നവംബറിൽ ആസ്ഗ്രാഡും അദ്ദേഹത്തിന്റെ ആളുകളും വിന്റർ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഡെൻമാർക്കിലെ യൂട്ട്ലാൻഡ് പെനിൻസുലയിലെ ഫ്യൂഡൽ ലോഡായ ഗോർമിന്റെ ഗ്രാമത്തിലേക്ക് പോകുന്നു. ഗ്രാമവാസികൾ തുറമുഖത്ത് ഒത്തുകൂടുന്നു. ആസ്ഗ്രാഡിന് എത്രമാത്രം നിധി ലഭിച്ചുവെന്ന് കാണാനും അവൻ പോകാൻ തീരുമാനിക്കുമ്പോൾ അവർ അവനോടൊപ്പം കപ്പൽ കയറുമെന്നും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ശേഷം ആസ്ഗ്രാഡ് ഗോർമിനെ കാണാൻ പോകുന്നു. ആസ്ഗ്രാഡിന്റെ ആളുകൾക്ക് ഭക്ഷണം നൽകാൻ അയാൾക്ക് പ്രതിദിനം ഒരു പുരുഷന് 4/1 വെള്ളി നാണയങ്ങൾ ആവശ്യമാണെന്ന് കണക്കാക്കുന്നു. 97 പുരുഷന്മാരുണ്ട്, അതായത് പ്രതിദിനം 121 നാണയങ്ങൾ. പന്നിയിറച്ചിയുടെ വില വർദ്ധിച്ചിട്ടുണ്ടെന്നും ബിയർ പ്രത്യേകം കണക്കാക്കിയിട്ടുണ്ടെന്നും ഗോർമ് വിശദീകരിക്കുന്നു. അവിടെ ഇരുന്ന് ആസ്ഗ്രാഡിന് ബോറടിക്കുന്നു. ആസ്ഗ്രാഡ് പറയുന്നു ഈ വർഷം അവർക്ക് ധാരാളം നിധി ലഭിച്ചുവെന്നും താൻ വിഷമിക്കേണ്ടതില്ലെന്നും അതിനാൽ അയാൾക്ക് തന്റെ ആളുകൾക്ക് ധാരാളം ഭക്ഷണവും മദ്യവും നൽകാമെന്നും ഗോർമിനോട് പറയുന്നു. അത് കേൾക്കാൻ താൻ കാത്തിരിക്കുകയാണെന്ന് ഗോർമ് പുഞ്ചരിച്ചുകൊണ്ട് പറയുന്നു. തന്റെ അടിമയായ ഹോട്ടൽ ലാൻഡിനോട് കുറച്ച് വൈൻ കൊണ്ടുവരാൻ പറയുകയും ചെയ്യുന്നു. അവൾ പുറത്തേക്ക് പോകുമ്പോൾ ഗോർമ് അവളോട് വീണ്ടും ഓർഡർ ചെയ്യുന്നു. നോർവേയിൽ നിന്നുള്ള അവളുടെ പേര് ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം വിചിത്രമാണെന്ന് ആസ്ഗ്രാഡ് കണ്ടെത്തി. അവൾ ഒരു ഫ്യൂഡൽ ലോഡിന്റെ മകളാണെന്ന് ഗോർമ് പറയുന്നു. പക്ഷേ അവളുടെ കുടുംബം ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ട് നാശത്തിലേക്ക് വീണു. അവൾ വില കൂടിയവളായിരുന്നുവെന്ന് ഗോർമ് പരാതിപ്പെടുന്നു. പക്ഷേ അവൾക്ക് വളരെയധികം അഭിമാനമുള്ളതിനാൽ അവൾ അല്പം ഉപയോഗശൂന്യമാണ് എന്നും ഗോർമ് പറയുന്നു. തോർഫിനെ നോക്കി ആസ്ഗ്രാഡ് ഗോർമിനോട് തന്റെ സാക്ഷിയാകാൻ ആവശ്യപ്പെടുന്നു. ഡിന്നറിന് മുമ്പ് തനിക്കൊരു യുദ്ധമുണ്ടെന്ന് ആസ്ഗ്രാഡ് പറയുന്നു. ശേഷം പറയുന്നു അവൾ ഉപയോഗശൂന്യമായത് അവളുടെ തെറ്റല്ല, മറിച്ച് നിങ്ങൾ അവളെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണെന്ന് ആസ്ഗ്രാഡ് പറയുന്നു. അവിടുന്ന് കട്ട് ചെയ്ത തോർഫിനും ആസ്ഗ്രാഡും ഫൈറ്റ് ചെയ്യാൻ തയ്യാറെടുക്കുന്നു. ഗോർമ് പറയുന്നു നിങ്ങൾക്ക് ഏത് ടൈപ്പ് വെപ്പൺസും യൂസ് ചെയ്യാം. ആൻഡ് അദ്ദേഹം ഈ ഡുവലിന്റെ റീസൺ പറയുന്നു. പിതാവിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് തോർഫിൻ ഈ ഡുവൽ ചെയ്യുന്നത്. അവർക്ക് രണ്ടുപേർക്കും ഇതിലെന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നും ഗോർമ് ചോദിക്കുന്നു. ഇത് കേട്ട് അവർക്ക് യാതൊരുവിധ എതിർപ്പുമില്ലെന്ന് രണ്ടുപേരും പറയുന്നു. ഇത് കേട്ട് ഗോർമ് എങ്കിൽ ഫൈറ്റ് ആരംഭിക്കാം എന്ന് പറയുന്നു. അങ്ങനെ ഫൈറ്റ് ആരംഭിക്കുന്നു. ആസ്ഗ്രാഡ് തോർഫിനെ നോക്കി നിനക്കിപ്പോ എത്ര വയസ്സാണ്? നീ ഒരുപാട് വളർന്നു. ഞാൻ നിന്നെ ആദ്യം കാണുമ്പോൾ നീ വെറും ഇത്രയായിരുന്നു. ഇങ്ങനെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് തോർഫിൻ ആസ്ഗ്രാഡിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് കണ്ട് ആസ്ഗ്രാഡും അവിടെയുള്ള ആളുകളും ഷോക്ക് ആവുന്നു. തോർഫിൻ ആസ്ഗ്രാഡിനെ തുടർച്ചയായി അറ്റാക്ക് ചെയ്യുന്നു. ആസ്ഗ്രാഡ് അവസാനം തന്റെ സോഡ് യൂസ് ചെയ്ത് അവനെ അറ്റാക്ക് ചെയ്യുന്നു. ബട്ട് തോർഫിൻ അത് ബ്ലോക്ക് ചെയ്യുന്നു. ഇത് കണ്ട് അവിടെയുള്ള ഒരാൾ ഒരു ഒറ്റയടിയിൽ തോർഫിൻ അവിടെ വരെ എത്തിയോ? ഇത് കേട്ട് ബ്യോൺ ആസ്ഗ്രാഡിന്റെ അറ്റാക്കിലെ പവർ കുറയ്ക്കാൻ വേണ്ടി തോർഫിൻ മനഃപൂർവ്വം പിന്നോട്ട് ചാടിയതാണെന്ന് പറയുന്നു. തോർഫിൻ വീണ്ടും ആസ്ഗ്രാഡിനെ ആക്രമിക്കുന്നു. പക്ഷേ ഇത്തവണ ആസ്ഗ്രാഡിന്റെ കൈക്ക് അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. അത് കണ്ട് ആസ്ഗ്രാഡ് തന്റെ വാൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതനാകുന്നു. അവൻ തോർഫിനെ പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ തോർഫിൻ അവിടെ നിന്ന് ബാക്കിലേക്ക് വരുന്നു. ആസ്ഗ്രാഡ് തന്റെ വാൾ തിരികെ എടുക്കുന്നു. ശേഷം ആസ്ഗ്രാഡ് തോർഫിനെ നോക്കി നിന്റെ പിതാവിന്റെ പേര് എന്തായിരുന്നു? എന്തോ താ വെച്ച് തുടങ്ങുന്ന പേരില്ലേ? ഇത് കേട്ട് ദേഷ്യം വന്ന് തോർഫിൻ തന്റെ പിതാവിന്റെ പേര് തോർസ് ആണെന്ന് പറയുന്നു. ഇത് കേട്ട് ആസ്ഗ്രാഡ് അതെ തോർസ്, ഞാൻ ഇതിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും ഞാൻ നിരവധി ആളുകളെ കൊന്നിട്ടുണ്ട്. സോ നിനക്ക് ഉറപ്പാണോ നിന്റെ പിതാവിനെ ഞാനാണ് കൊന്നതെന്ന്? ശേഷം മനഃപൂർവ്വം വീണ്ടും തോർസിന്റെ പേര് തോറിലെന്ന് തെറ്റിച്ച് പറയുന്നു. ശേഷം അവനോട് ചോദിക്കുന്നു ഞാൻ എങ്ങനെയായിരുന്നു അദ്ദേഹത്തെ കൊന്നത്? ഇതൊക്കെ കേട്ടാൽ തോർഫിൻ എങ്ങനെ ഉണ്ടാകും? ദേഷ്യം വന്ന് തോർഫിൻ തന്റെ പിതാവിനോട് ഫെയർ ആയി ഫൈറ്റ് ചെയ്തിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരിക്കലും തോൽക്കില്ലെന്ന് പറയുന്നു. നീ എന്നെ പിടിച്ചത് കൊണ്ടാണ് അന്ന് എന്റെ അച്ഛൻ മരണപ്പെട്ടത്. ഇത് കേട്ട് ആസ്ഗ്രാഡ് ഓ ഇപ്പൊ എനിക്ക് അദ്ദേഹത്തെ ഓർമ്മയുണ്ട്. അവൻ തന്റെ മകന് വേണ്ടി തന്റെ സോഡ് വെള്ളത്തിലിട്ട വിഡ്ഢിയാണെന്ന് പറയുന്നു. ഇത് കേട്ട് തോർഫിന് കൺട്രോൾ പോകുന്നു. തോർഫിൻ നേരെ ആസ്ഗ്രാഡിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ഇത് തന്നെയാണ് ആസ്ഗ്രാഡും ആഗ്രഹിച്ചത്. ആസ്ഗ്രാഡ് ഈസിയായി തോർഫിനെ തന്റെ ട്രാപ്പിൽ അകപ്പെടുത്തുന്നു. പിന്നീട് ആസ്ഗ്രാഡ് തോർഫിന്റെ കൈ പിടിച്ച് അവന്റെ കാലിൽ ചവിട്ടുന്നു. അവനെ എളുപ്പത്തിൽ താഴെയിടുന്നു. ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പാടില്ലെന്നും നിനക്കിനിയും ട്രെയിനിങ് വേണമെന്നും ആസ്ഗ്രാഡ് തോർഫിനോട് പറയുന്നു. പോകുന്നതിന് മുമ്പ് ആസ്ഗ്രാഡ് തോർഫിന്റെ കൈ ഒടിക്കുന്നു. ശേഷം ബ്യോണിനോട് അത് നേരെയാക്കാൻ പറയുന്നു. അവിടുന്ന് കട്ട് ചെയ്ത ആസ്ഗ്രാഡും അവന്റെ ആളുകളും ഫുഡ് കഴിക്കുമ്പോൾ അവിടെ ആറ്റ്ലി വരുന്നു. ഇത് കണ്ട് ടോർഗ്രീം കപ്പലുകൾക്ക് കാവൽ നിൽക്കാതെ നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ആറ്റ്ലി അവിടെ തോർഫിനോടെന്ന് പറയുന്നു. ഇത് കേട്ട് ടോർഗ്രീം ഇന്നത്തെ ഫൈറ്റിൽ തോറ്റ സങ്കടത്തിലാകും അവൻ അവിടെ നിൽക്കുന്നതെന്ന് പറയുന്നു. ഇത് കണ്ട് ബ്യോൺ ആ കപ്പൽ തോർവിന്റെ അച്ഛൻ്റെതാണ്, അവൻ അവിടെ ഇരിക്കുമ്പോഴാകും അവന് കംഫർട്ട് ഉണ്ടാവുക എന്ന് പറയുന്നു. ശേഷം നേരത്തെ കണ്ടാൽ ആസ്ഗ്രാഡിനെ സമീപിച്ച് നിങ്ങൾ നേരത്തെ നല്ല രീതിക്ക് ഫൈറ്റ് ചെയ്തു, ബട്ട് തോർഫിനെ പോലുള്ള ഒരാളെ സ്വന്തം ഷിപ്പിൽ കൊണ്ടുപോകുമ്പോൾ അവൻ നിങ്ങളെ ഉറങ്ങുമ്പോൾ കൊല്ലാൻ ശ്രമിക്കില്ലേ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ആസ്ഗ്രാഡ് തോർഫിനത് ചെയ്യില്ലെന്ന് ഉറപ്പാണ്, കാരണം അവനൊരു യോദ്ധാവാണ്. വിജയത്തെ ബഹുമാനത്തോടെ മാത്രമേ സ്വീകരിക്കൂ. ഇതേസമയം ഹോട്ടൽ ലാൻഡ് ഭക്ഷണത്തോടൊപ്പം ഒരു പ്ലേറ്റ് താഴെ ഇടുന്നു. അവൾ എത്ര വിചിത്രമാണെന്ന് ഗോർമ് പരാതി
പരാതിപ്പെടുന്നു. ഇത് കണ്ട ആ പയ്യൻ ഇങ്ങനെ അഭിമാനമില്ലാതെ ജീവിക്കുന്നതിലും നല്ലത് മരിക്കുന്നതാണെന്ന് പറയുന്നു. ഇത് കണ്ട് ആസ്ഗാർഡ് എല്ലാവരും ആരുടെയോ അടിമകളാണെന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നു. അവിടുന്ന് കട്ട് ചെയ്ത തോർഫിനെയാണ് കാണിക്കുന്നത്. കപ്പലിൽ തന്നെ ആശ്വസിപ്പിക്കാൻ വരുന്ന തന്റെ പിതാവിനെ തോർഫിൻ സ്വപ്നം കാണുന്നു. തോർസിനറിയാം തന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് തോർഫിൻ ജീവിക്കുന്നത്. തോർസിന് ഇതുകൂടി അറിയാം, ഇപ്പോൾ താൻ അവനോട് ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ അവൻ അത് ചെയ്യില്ല. അതുകൊണ്ട് തോർസിന് അവനോട് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ശേഷം തോർഫിൻ അത് സ്വയം തിരിച്ചറിയേണ്ടി വരുമെന്ന് മനസ്സിലാക്കുന്നു. തനിക്ക് ശത്രുക്കളില്ലെന്നും യഥാർത്ഥ പോരാളിക്ക് വാൾ ആവശ്യമില്ലെന്നും തോർസ് അവനെ ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് തോർഫിൻ പെട്ടെന്ന് കണ്ണു തുറക്കുന്നു. തന്റെ സോഡ് അവിടെ വന്ന ഹോഡർലാൻഡിന്റെ കഴുത്തിൽ നീട്ടുന്നു. ഇത് കണ്ട് ടെൻഷനായി അവൾ കൊണ്ടുവന്ന ഫുഡ് താഴേക്കിടുന്നു. ഗോർമു പറഞ്ഞതിനെ തുടർന്ന് തനിക്ക് ഫുഡുമായി വന്നതാണെന്ന് അവൾ പറയുന്നു. ശേഷം തോർഫിൻ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ഹോഡർലാൻഡ് തോർഫിനും ഒരു അടിമയാണോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് തോർഫിൻ താനൊരു യോദ്ധാവാണെന്നും തനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഭക്ഷണം കഴിക്കുമെന്നും പറയുന്നു. എന്നിരുന്നാലും അവൻ അവളെ പോലെയാണെന്ന് അവൾക്ക് ഇപ്പോഴും തോന്നുന്നു. ബട്ട് തോർഫിൻ പറയുന്നു, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഞാൻ ഗോർമിനെ കൊന്ന് എവിടെയെങ്കിലും ഓടിപ്പോകുമായിരുന്നു. ഇത് കേട്ട് ഹോഡർലാൻഡ് തനിക്ക് ആരെയും കൊല്ലാൻ കഴിയില്ലെന്ന് പറയുന്നു. എങ്കിൽ തന്റെ ജീവിതകാലം മുഴുവനും അവൾ അടിമയായി തുടരുമെന്ന് തോർഫിൻ അവളോട് പറയുന്നു. ഇത് കേട്ട് ഹോഡർലാൻഡ് താൻ ഓടിയാലും അതിപ്പോ എത്ര ദൂരെയാണെങ്കിലും യുദ്ധങ്ങളും അടിമ കച്ചവടക്കാരും നിറഞ്ഞ അവിടെയും ഇത് തന്നെയാണ് സംഭവിക്കുന്നതെന്ന് പറയുന്നു. ഇത് കേട്ട് തോർഫിൻ പടിഞ്ഞാറ് കടലിന് കുറുകെ ഒരു ചൂടുള്ള ഭൂമിയുണ്ടെന്ന് പറയുന്നു. അതിന്റെ പേരാണ് വിൻലാൻഡ്. അടിമ കച്ചവടക്കാരോ യുദ്ധമോ എത്താത്തൊരു ദേശം. അങ്ങനെയൊരു സ്ഥലം യഥാർത്ഥത്തിൽ നിലവിലുണ്ടോ എന്ന് ഹോഡർലാൻഡ് അത്ഭുതപ്പെടുന്നു. അവിടുന്ന് കട്ട് ചെയ്ത ഓഗസ്റ്റ് 1013 AD ജോലിങ്ങിന്റെ പരിസരത്തിൽ ഡെൻമാർക്കിലെ വലിയ ക്ലാനിൽ നിന്നുള്ള ഏറ്റവും മികച്ച യോദ്ധാക്കൾ ഇവിടെ ഒത്തുകൂടുന്നതായി ഫ്ലോക്കി കിങ്സ്വെയിനോട് റിപ്പോർട്ട് ചെയ്യുന്നു. 4 യോംസ് വൈക്കിംഗ് ബ്രിഗേഡുകളും അവരോടൊപ്പം ചേരുന്നു. വരാനിരിക്കുന്ന ക്യാമ്പയിനിനായി എല്ലാം നന്നായി നടക്കുന്നു. ശേഷം പ്രിൻസ് കനൂട്ട് എവിടെയാണെന്ന് കിങ്സ്വെയിൻ ആശ്ചര്യപ്പെടുന്നു. അദ്ദേഹം ഇവിടെയുണ്ടെന്നും മാർച്ചിന് തയ്യാറെടുക്കാൻ വിശ്രമിക്കുകയാണെന്നും ഫ്ലോക്കി വിശദീകരിക്കുന്നു. അവിടെ റാഗ്നറോക്ക് എന്ന വ്യക്തി ഇത് വളരെ ഡേഞ്ചർ ആണെന്ന് പറയുന്നു. ഇത് കേട്ട് കിങ്സ്വെയിൻ സിംഹാസനത്തിന്റെ പിൻഗാമിയാകാനുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് പ്രിൻസ് കനൂട്ട്. തന്റെ സഹോദരൻ ഹറാൾഡിനോട് തോൽക്കാതെ യുദ്ധകാലത്തിൽ വീര്യം പ്രകടിപ്പിക്കാൻ താൻ പ്രിൻസ് കനൂട്ടിന് അവസരം നൽകുകയാണെന്നും കിങ്സ്വെയിൻ വിശദീകരിക്കുന്നു. ശേഷം കിങ്സ്വെയിൻ തനിക്കും പ്രിൻസ് കനൂട്ടിന്റെ കാര്യത്തിൽ ആശങ്കയുണ്ടെന്ന് പറയുന്നു. എന്നിരുന്നാലും അവർ വൈക്കിങ്ങുകളാണെന്നും അവർ വീര്യം പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ ആളുകൾ അവരെ പിന്തുടരില്ലെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. നമ്മൾ നാളെ തന്നെ പോകുമെന്ന് പറഞ്ഞ് കിങ്സ്വെയിൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഡാനിഷ് സൈന്യം മുഴുവനും ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു. അവിടുന്ന് കട്ട് ചെയ്ത ഒക്ടോബർ 1013 AD ഇംഗ്ലണ്ടിലെ ലണ്ടനാണ് കാണിക്കുന്നത്. അവിടെ തോർക്കൽ ഡാനിഷ് ആളുകൾക്ക് നേരെ തന്റെ കോടാലി വലിച്ചെറിയുന്നു. എന്നിട്ട് അവരെ നോക്കി, വാ വന്ന് ഫൈറ്റ് ചെയ്, ആഫ്റ്റർ ഓൾ ഈ ബാറ്റിൽ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ ഈ സീനോട് കൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.